ഉമ്മർ, നസീർ, ഹരിശ്രീ അശോകൻ എന്നീ നടന്മാരുടെ ചിത്രങ്ങളുടെയൊക്കെ അകമ്പടിയോടെ ഒരു പൊതിച്ചോറ് കച്ചവടത്തിന്റെ ഫേസ്ബുക്ക് പരസ്യം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 11:30 ചേക്കു രാജീവ് എന്ന തട്ടുകട സംരംഭകനും ഭാര്യയും അമ്മയും ചേർന്ന് വാഴയിലയിൽ വിൽക്കുന്ന ഈ 100 രൂപ പൊതിച്ചോറിന്റെ പേരിലാണ് കേട്ടാൽ അറയ്ക്കുന്ന കമന്റ് തെറി ചേക്കു രാജീവ് എന്ന പാവം മനുഷ്യനെ നേരിടേണ്ടി വന്നത്. ചേക്കു രാജീവ് ചെയ്ത കുറ്റം എന്താണ്? പൊതിച്ചോറെന്ന് പരസ്യത്തിൽ ഉപയോഗിച്ചു. അതിലിപ്പോൾ എന്തത്ര വലിയ കുഴപ്പമുണ്ട്? വിശക്കുന്നവർക്ക് ആശ്വാസമായി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഡിവൈഎഫ്ഐ ആരംഭിച്ച സൗജന്യ പൊതിച്ചോർ പദ്ധതിയെ പരിഹസിക്കുന്നതാണ് ചേക്കു രാജീവിന്റെ പരസ്യമെന്ന് ചില അതിമ ആവേശക്കാർ കരുതുന്നിടത്തുനിന്നാണ് അസഭ്യ കമന്റുകളുടെ ആരംഭം. കുറേ നാളായി പൊതിച്ചോർ പരസ്യങ്ങൾ ഇടുന്നുണ്ടെങ്കിലും ജൂൺ 11-നിട്ട ഒരു പരസ്യത്തിന് താഴെയാണ് പൊങ്കാല പ്രളയം ആരംഭിച്ചത്. കലയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും പൊതിച്ചോർ പരസ്യങ്ങളും മാത്രമുള്ള ചേക്കു രാജീവിന്റെ ഫേസ്ബുക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ യുദ്ധക്കളമായി മാറി. അവസാനം സംഗതി ആവേശ കമ്മിറ്റിക്കാർ കുളമാക്കും എന്ന് കണ്ടപ്പോൾ ചേക്കു രാജീവിന് ഒരു അപേക്ഷയുമായി ഇറങ്ങേണ്ടി വന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ചേക്കു രാജീവ്. ഇത് മൊത്തം വായിക്കണേ. ജീവിക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന ചെറിയൊരു തട്ടുകടയുടെ പരസ്യമാണ്. ഒരുപാട് പേർ വേറെ അർത്ഥത്തിൽ കണ്ട് ചീത്ത കമൻറ്റുകൾ ഇടുന്നുണ്ട്. ദയവ് ചെയ്ത് ഈ പോസ്റ്ററുകൾ വായിച്ചതിന് ശേഷം കമൻറ്റുകൾ ഇടുക. എൻ്റെ കടയുടെ പേര് ചേക്സ് തട്ടുകട. ഉച്ചയ്ക്ക് 11:30 ആകുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും അമ്മയും ചേർന്ന് വാഴയിലയിൽ പൊതിച്ചോറ് വിൽക്കുന്നുണ്ട്. 100 രൂപയാണ്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു കലാകാരൻ കൂടിയാണ്. സീസൺ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു വരുമാന മാർഗവുമില്ല. എൻ്റെ അപ്പൻ നടത്തിക്കൊണ്ടിരുന്ന ചായക്കട പൊളിഞ്ഞു വീടാറായപ്പോൾ കുറച്ച് പൈസ ചേർത്ത് വെച്ചും കടം മേടിച്ചും ഉണ്ടാക്കിയ ഒരു കൊച്ചു കടയാണ്. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10 മണി വരെയും ഈ കട പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ചെറിയ രീതിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നുള്ളൂ. 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കട തുടങ്ങിയിട്ട്. ഈ പരസ്യങ്ങൾ ഇടുന്നത് വേറെ അർത്ഥത്തിൽ കാണരുത്. ഇതുകൂടി പൂട്ടേണ്ടി വന്ന പൊതിച്ചോറ് എന്ന് കേട്ടപ്പോൾ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് കരുതി ഇറങ്ങിയ സൈബർ പോരാളികളുടെ കൊലവെറിയിൽ ഭയന്ന് ചേക്കു രാജീവിന് എന്നെ ദ്രോഹിക്കരുത് എന്ന് അപേക്ഷിക്കേണ്ടി വന്നു. ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് ആശ്വാസമായ ഒരു പദ്ധതിയുടെ മൂല്യമില്ലാതാക്കാൻ ഇത്തരത്തിലുള്ള പാർട്ടി അനുകൂലികൾ മാത്രം മതിയായിരുന്നു.